അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഞാനിവിടെ ഇതിനായിട്ട് കുറച്ച് അവിലിതായി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ മട്ട അവിലാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് വെള്ള അവിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. കനം കുറഞ്ഞതോ കനം കൂടിയതോ ഏത് അവിൽ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ കനം കുറഞ്ഞ ചുമന്ന അവിലാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഈ കടായിലേക്ക് 2 കപ്പ് അവിലിട്ട് കൊടുക്കാം. 250 ml കപ്പിന് 2 കപ്പ് അവിലാണ് ഇട്ട് കൊടുക്കുന്നത്. രണ്ടാമത്തെ കപ്പ് അവിലും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിം വെക്കാം. ഈ അവിലിന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പൊ ഈ അവില് ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് ചിരകിയ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. 2 കപ്പ് അവിലിന് 1 കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഈ തേങ്ങയുടെ വെള്ളത്തിന്റെ അംശമൊക്കെ മാറി ഒന്ന് ഡ്രൈ ആയി വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കൂട്ടിയിടരുത്, മീഡിയം ഫ്ലെയിം തന്നെ വെച്ചു കൊടുക്കാം. ഇപ്പൊ അവിലും തേങ്ങയും വറക്കാൻ തുടങ്ങിയിട്ട് ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം തേങ്ങയുടെ ഈർപ്പമൊന്നും മാറിയിട്ടില്ല. ഇപ്പൊ കണ്ടില്ലേ, അവിലൊക്കെ നല്ലോണം ചുരുങ്ങി ഇതാ വന്നിട്ടുണ്ട്. കുറച്ച് സമയം കൂടി ഒന്ന് വറുത്ത് കൊടുക്കാം. അവിലും തേങ്ങയും നല്ല ഡ്രൈ ആയി കിട്ടണം. ഒട്ടും തന്നെ തേങ്ങയുടെ ഈർപ്പം ഉണ്ടാവാൻ പാടില്ല. ആ ഒരു രീതിക്ക് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പൊ നമ്മൾ അവിലും തേങ്ങയും വറുക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇപ്പൊ നമ്മൾ അവിലും തേങ്ങ വറക്കാൻ തുടങ്ങിയിട്ട് ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്രയും മതി. ഇതിപ്പോ നല്ല ചൂടാണ്. ഇതിന്റെ ചൂട് നല്ലതുപോലെ ഒന്ന് മാറി കിട്ടണം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ വറുത്തെടുത്ത തേങ്ങയുടെ അവിലിന്റെ ചൂടൊക്കെ നല്ലതുപോലെ ഇതാ മാറിയിട്ടുണ്ട്. നമുക്ക് ഇത് കയ്യിൽ പിടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട്. ഇതുപോലെ ഒന്ന് പൊടിച്ച് നോക്കുമ്പോൾ അതാ കണ്ടില്ലേ, പൊടിഞ്ഞു വരുന്നുണ്ട്. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത അവല് മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനും അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകരുത്. ചെറിയ ചെറിയ തരികളോട് കൂടി വേണം പൊടിച്ചെടുക്കാൻ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിച്ചാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിക്ക് വേണം പൊടിച്ചെടുക്കാനായിട്ട്. പൾസ് ചെയ്ത് പൊടിച്ചെടുക്കുക. 3 പ്രാവശ്യം പൾസ് ചെയ്താണ് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകരുത്. വീണ്ടും ഞാൻ അവൽ വറുത്തെടുത്ത അതേ കടായിൽ തന്നെ 1 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. 250 ml കപ്പിന് 1 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. പൊടിച്ചെടുത്ത 1 കപ്പ് ശർക്കരയാണ്. 250 ml കപ്പിന് 1 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതൊരു നോർമൽ മധുരമാണ്. നല്ല മധുരമൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് ശർക്കര വരെ എടുക്കാവുന്നതാണ്. ചില ശർക്കരയ്ക്ക് മധുരം കൂടുതലായിരിക്കും. അപ്പോൾ 3/4 കപ്പ് ശർക്കര എടുക്കാവൂ. അപ്പൊ നോക്കിയിട്ട് മധുരം അനുസരിച്ച് ശർക്കര എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് ശർക്കരയ്ക്ക് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ശർക്കര എല്ലാം തിളച്ച് ഒന്ന് അലിഞ്ഞു വരട്ടെ. അപ്പൊ ശർക്കര എല്ലാം അലിഞ്ഞ് ഇതാ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ശർക്കര പാല് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് കല്ലും മണ്ണും ഒന്നുമില്ലാത്ത നല്ല ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അഥവാ നിങ്ങൾ എടുക്കുന്ന ശർക്കരയിൽ കല്ലും മണ്ണും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചൊഴിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പൊ ശർക്കര പാനി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ച അവിലും തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങ് മുഴുവനും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ അവിലും തേങ്ങയും ശർക്കരയായിട്ട് ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത കശുവണ്ടിയും കൂടി ഇട്ട് കൊടുക്കാം. കശുവണ്ടി ഇല്ലാന്നുണ്ടെങ്കിൽ നിലക്കടല ഉണ്ടല്ലോ, അത് 2 ടേബിൾ സ്പൂൺ എടുത്താലും മതി. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മളിതിൽ കശുവണ്ടിയോ അല്ലെങ്കിൽ നിലക്കടലയോ എന്തെങ്കിലും ഒന്ന് ചേർക്കുമ്പോൾ നമ്മളിത് കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ഒരു കിടിലൻ ടേസ്റ്റ് ആയിരിക്കും. എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നും ചേർത്തിട്ടില്ല. 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ചത് കൊണ്ടാണ് 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ഏലക്ക മാത്രമാണ് പൊടിക്കുന്നതെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ എടുത്താൽ മതിയാവും. ഏലക്കയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഏലക്ക ഒഴിവാക്കാം.
നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം കുറച്ച് തന്നെ വെക്കുക, പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമില്ല, കണ്ടില്ലേ. ഇതിൻ്റെ ചൂട് മാറി കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആവും. ഇനി ഇത് ഫ്ലെയിം ഓഫ് ആക്കി നല്ലതുപോലെ ചൂട് മാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്, പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. ഇത് ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ള ചൂടേ ഉള്ളൂ. ഒരുപാടങ്ങ് ചൂട് മാറാൻ നിൽക്കരുത്. ഇനി കയ്യിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കി ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. കുറച്ച് മിക്സ് എടുക്കുക, ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. പൂർണ്ണമായിട്ടും ചൂട് മാറിക്കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ചെറിയ ചൂടോടുകൂടി തന്നെ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഒരു പ്രാവശ്യം കയ്യിൽ നെയ്യ് തടവിയാൽ മതിയാവും. കുറച്ച് മിക്സ് എടുക്കുക, ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാം. അവൽ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഹെൽത്തി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ അവൽ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ എല്ലാം ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നമ്മൾ സാധാരണ ലഡു ഒക്കെ കഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അത് മാത്രമല്ല ഇത് ഹെൽത്തിയാണ്. ഒരുപാട് എണ്ണ നെയ്യൊന്നും നമ്മൾ ചേർത്തിട്ടില്ലല്ലോ, 1 ടീസ്പൂൺ നെയ്യ് മാത്രമല്ലേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഹെൽത്തിയാണ്, നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. ഇതിന്റെ പ്രത്യേകത കുറച്ച് ദിവസം നമുക്ക് എയർടൈറ്റായ ടിന്നുകളിൽ അടച്ച് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. നല്ലതുപോലെ ചൂട് മാറിയതിന് ശേഷം മാത്രമേ അടച്ച് സൂക്ഷിച്ച് വെക്കാവൂ. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ലഡു ആയിരിക്കും ഇത്. നമ്മൾ തേങ്ങയും അതുപോലെ തന്നെ അവലൊക്കെ നല്ലോണം ഡ്രൈ ആക്കിയിട്ടാണ് നമ്മളിത് വറുത്തെടുത്ത് പൊടിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പെട്ടെന്നൊന്നും കേടാകില്ല. ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഹെൽത്തി ആയിട്ടുള്ള ഈ അവൽ വെച്ചിട്ടുള്ള ലഡു ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്